പയ്യന്നൂരിൽ സിപിഐഎമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നുണ്ട്. സി സത്യപാലൻ, സിപിഐഎമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, പി സന്തോഷ്, ഇവിടുത്തെ മണ്ഡലം സെക്രട്ടറി, അതുപോലെ തന്നെ സിപിഐഎമ്മിന്റെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയാണ്. പയ്യന്നൂർ കേരളം ഏറ്റവും ശ്രദ്ധേയമായി ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. നേരത്തെ സിപിഐഎമ്മിന്റെ നേതാവായിരുന്ന വി കുഞ്ഞികൃഷ്ണൻ കോൺഗ്രസിന്റെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്ന ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. എൽഡിഎഫിനെ സംബന്ധിച്ച് ഏറ്റവും കരുത്തുറ്റ മണ്ഡലമാണ് പയ്യന്നൂർ. സത്യമായിട്ട് എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തെ പാർട്ടി എന്ന രീതിയിൽ എൽഡിഎഫ് എന്ന രീതിയിൽ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് ആ ഒരു നീക്കങ്ങളൊക്കെ എൽഡിഎഫ് പ്രതിരോധിക്കുന്നത്? അല്ല, കേരളത്തിലുടനീളം ജനങ്ങളുടെ ഒരു വികാരം എൽഡിഎഫിന് ഒരു മൂന്നാം ഭരണം നൽകുക എന്നതാണ്. അതിന്റെ പ്രതിഫലനം ഈ മണ്ഡലത്തിലുടനീളം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു വികസന പ്രവർത്തനങ്ങൾക്കുള്ള തുടർച്ച, ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള തുടർച്ച, അതിന് വീണ്ടും എൽഡിഎഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന ഉറച്ച നിലപാടാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കുള്ളത്. അതുമാത്രമല്ല, മണ്ഡലത്തിന്റെ ചരിത്രപരമായ പാരമ്പര്യം നാം പരിശോധിച്ചാലും എന്നും ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിന്നിട്ടുള്ള ഒരു സിപിഎമ്മിന്റെ എൽഡിഎഫിന്റെ ഉരുക്കുകോട്ടയാണ്. മുമ്പ് VMS നീലേശ്വരം മണ്ഡലത്തിൽ ദ്വയാംഗ മണ്ഡലമായി ഇരുന്ന സന്ദർഭം മുതൽ ആ മണ്ഡലത്തിന്റെ ഭാഗമാണ് പയ്യന്നൂര്. പിന്നീട് AV മുതൽ സുബ്രഹ്മണ്യ ഷേണായി മുതൽ പിന്നീട് പിണറായി വരെയുള്ള ഏറ്റവും മുതിർന്ന പരിണതപ്പെട്ടരായ നേതാക്കന്മാർ മത്സരിച്ച് വിജയിച്ച, വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണിത്. ആ ചരിത്രപരമായ സമ്പന്നത ഈ മണ്ഡലത്തിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് വലിയ ജനപിന്തുണയാണ്. ഇന്നലെയാണ് പൊതു പര്യടനം സ്ഥാനാർത്ഥികൾ ആരംഭിച്ചത്. നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കാണാത്ത നിലയിലുള്ള ആവേശകരമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മികച്ച വിജയം കൈവരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഈ പ്രവർത്തനത്തോടൊപ്പം പോകുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾക്കെല്ലാം ഉള്ളത്. മാത്രമല്ല, ഇവിടെ UDF വളരെ പ്രതിരോധത്തിലാണ്. കാരണം കേരളത്തിലെ തന്നെ ചരിത്രപരമായി കോൺഗ്രസിന് വലിയ പാരമ്പര്യമുള്ള ഒരു മണ്ണാണ് പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. പണ്ട് ദേശീയ പ്രസ്ഥാനത്തിൽ ഉപ്പുറുക്കി സമരം നടത്തിയ ഉളിയത്തുകട ഉൾപ്പെടെയുള്ള സമര കേന്ദ്രങ്ങളുണ്ട്. പണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനം നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് പയ്യന്നൂർ. അതുപോലൊരു പ്രദേശത്ത് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയില്ല എന്ന് പറയുന്ന വലിയ പ്രശ്നം ഈ കോൺഗ്രസിന്റെ വികാരമുള്ള ധാരാളം ആളുകളിൽ ഉണ്ട്. അവരത് പരസ്യമായി പ്രകടിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് അനുഭവം.